നയങ്ങളിലും പ്രവർത്തനങ്ങളിലും അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നും അതിനാൽ അള്ളാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി എന്നും 2010 ജൂലൈയിലെ അൽമനാറിൽ മുജാഹിദുകൾ എഴുതിച്ചിട്ടുണ്ട്. ഇതുപോലെ അമ്പിയാക്കളെ സംബന്ധിച്ച് വളരെ മോശമായി ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് മൗദൂദിയും എഴുതിയിട്ടുണ്ട്. അങ്ങനെ പുത്തനാശയക്കാരായ ആളുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തി പറയുന്ന മജ്ലിസിനെ അവർക്ക് ഇഷ്ടമല്ല. നബി തങ്ങൾക്ക് തങ്ങളുടെ പേരിൽ സ്വലാത്തി എന്നൊരു മജ്ലിസ് കണ്ടാൽ അവർക്കത് ഇഷ്ടമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തി ചൊല്ലുന്ന ഒരു മൗലിദ് കണ്ടാൽ അവർക്കത് ഇഷ്ടമല്ല. നബി തങ്ങൾ ജനിച്ചതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നത് കണ്ടാൽ അവർക്ക് ഇഷ്ടമല്ല. അതിനെല്ലാം പുറമെറിഞ്ഞ് നിൽക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇകഴ്ത്തി സംസാരിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പുറത്തുള്ള ആളുകളിലൊക്കെ നമ്മൾ പ്രകടമായി കാണുന്നത്. അവരോട് നമ്മുടെ സമീപന രീതി എന്താണ്? അവരോട് നമ്മുടെ ഖൽബിന് ശരിയായ സ്നേഹവും ഇണക്കവും ലഭിക്കുന്നുണ്ടോ ഇല്ലയോ? നമുക്ക് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുമ്പോൾ അതേ സമയത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുത വെക്കുന്ന കക്ഷികളോട് സ്നേഹിക്കാൻ കഴിയില്ല. നമ്മുടെ സ്നേഹം പൂർണ്ണമാകണമെങ്കിൽ അത് നിർബന്ധമാണ്. ഞാനതിപ്പോൾ ഇവിടെ വിശദീകരിച്ച് സംസാരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം ആളുകളെ സംബന്ധിച്ച് ഫമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിൻ വമൻ ജാഹദഹും ബിലിസാനിഹി ഫഹുവ മുഅ്മിൻ വമൻ ജാഹദഹും ബിഖൽബിഹി ഫഹുവ മുഅ്മിൻ വലൈസ വറാഅ ദാലിക മിനൽ ഈമാനി ഹബ്ബത്തു ഖർദൽ